Good morning, friends. Today we are going to discuss the first chapter in our biology, Life's Mysteries in Little Chambers. If you like this channel, please subscribe, share, and like. ഇപ്പോൾ ഫസ്റ്റ് തുടക്കത്തിലൊരു ബയോളജി ക്ലാസ്സിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു ബയോളജി ടീച്ചർ ക്ലാസ്സിലോട്ട് കടന്നു വരികയാണ്. അപ്പോൾ ആ ടീച്ചറെ കയ്യിലൊരു മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു. ടീച്ചർ വന്നു, ഒരു കുട്ടിയോട് മൈക്രോസ്കോപ്പിലെ സ്പെസിമെൻ സാമ്പിൾ വെച്ച് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ്സിൻ്റെ ചിത്രം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ നമുക്കറിയാം, all of you know that the body of all organisms are made up of cells. ഒരു ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് കൊണ്ടാണെന്നുള്ളത്, എല്ലാ ഓർഗാനിസത്തിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ല് കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് സെൽസിൻ്റെ, ഒരു പ്ലാന്റ് റൂട്ടിൻ്റെ സെല്ലാണ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ടീച്ചർ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു കുട്ടിനോട് അത് നോക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ മനു എന്ന് പറഞ്ഞ കുട്ടി അത് വന്ന് നോക്കുകയാണ്. പക്ഷെ ആ കുട്ടിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം പ്രത്യേകിച്ചൊന്നും വിസിബിൾ അല്ല ടീച്ചർ എന്ന് മനു പറയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഫസ്റ്റത്തെ പാർട്ടിൽ നിങ്ങളുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഇൻട്രൊഡക്ഷനിൽ എല്ലാ ചാപ്റ്ററിനും ഇൻട്രൊഡക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തുള്ളത്. വാട്ട് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ലെൻസസ്, മോർ ദാൻ വൺ ടൈപ്പ് ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിനാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുക. The first part of common microscope is known as, first one is eyepiece. eyepiece ആണ് ഒന്നാമത്തെ ഭാഗം, നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന ഭാഗമാണ് eyepiece. ദെൻ നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിനും കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിനും വേണ്ടി ഉപയോഗിക്കുന്ന സ്പെസിമെൻ നമ്മൾ നോക്കുന്ന സമയത്ത് ലെൻസിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് നോബ്സ് ഉണ്ട്. ദെൻ തേർഡ് വൺ ഈസ് നോൺ ആസ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്രോസ്കോപ്പ്. By using these lenses we can observe the specimen. നമുക്ക് സ്പെസിമെനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, സ്പെസിമെൻ്റെ മാഗ്നിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി, സ്പെസിമെൻ നല്ല വലുതായി കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. then സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡിൽ സ്പെസിമെൻ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യണത് എവിടെയാണ്? സ്റ്റേജ് ആൻഡ് ക്ലിപ്പിലാണ്. അപ്പോൾ സ്റ്റേജിന്മേൽ ലെൻസ് സ്ലൈഡ് വെച്ച് ക്ലിപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുക. then കണ്ടൻസർ. കണ്ടൻസർ പറഞ്ഞാൽ ലൈറ്റിനെ, റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് കണ്ടൻസർ. കണ്ടൻസറിന് തൊട്ട് താഴെയായിട്ട് മിറർ ഉണ്ട്. മിറർ പറഞ്ഞു കഴിഞ്ഞാൽ മിററിൽ തട്ടിയിട്ട് ലൈറ്റ് തട്ടിയിട്ട് കണ്ടൻസറിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സ്പെസിമെനിലോട്ട് എത്തുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ മിററാണ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി ഇലക്ട്രിക് മൈക്രോസ്കോപ്പ് ആണെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും? പിന്നെ കറണ്ട് സോഴ്സ് ഉണ്ടായിരിക്കും, ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും. ഇനി നോക്കൂ, അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പറയുകയാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. അങ്ങനെ മൈക്രോസ്കോപ്പിൽ ഒരു സ്പെസിമെനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ നോക്കാം. അതായത് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വേണ്ടിയിട്ട് മെയിൻലി ടു പാർട്സ് ആർ ദർ ഫോർ അറേഞ്ച്മെൻറ്റിങ് ലൈറ്റ്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് പ്ലെയിൻ മിറർ to reflect sunlight, and second one concave mirror to reflect artificial light. Two light sources ആണുള്ളത്. ഫസ്റ്റ് വൺ പ്ലെയിൻ മിറർ ആണ് to reflect sunlight, and a concave mirror to reflect artificial light. Then the lens is there. The lens in the condenser that fixed on the lower side of the stage focuses the light on the material to be observed. അപ്പോൾ കണ്ടൻസറിലുള്ള ലെൻസ് എന്ത് ചെയ്യുന്നു? that focuses light on the material to be observed. അപ്പോൾ കണ്ടൻസറിൽ ലെൻസ് ഉണ്ടായിരിക്കും, അതെന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റിന് എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ദെൻ തേർഡ് പാർട്ടാണ് ഡയഫ്രം. ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കണ്ടൻസർ, ഹെൽപ്പ് ടു റെഗുലേറ്റ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് ഡയഫ്രം. അത് എന്തിൻ്റെ ഭാഗമാണ്? കണ്ടൻസറിൻ്റെ ഒരു ഭാഗമാണുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ലൈറ്റിനെ അറേഞ്ച്മെൻറ്റ് മൂന്ന് ഭാഗമുള്ളത്: പ്ലെയിൻ മിറർ,
മിറർ, അതുപോലെ തന്നെ കോൺകേവ് മിറർ, അതുപോലെ തന്നെ ഡയഫ്രം, കണ്ടൻസർ, അതിൻ്റെ ഉള്ളിലത്തെ ഡയഫ്രം, 4 ഭാഗങ്ങളുണ്ടായിരിക്കും. ഫസ്റ്റ് കോൺകേവ് മിറർ ഉണ്ടായിരിക്കും, പ്ലെയിൻ മിറർ ഉണ്ടായിരിക്കും, കണ്ടൻസർ ഉണ്ടായിരിക്കും, ഡയഫ്രം ഉണ്ടായിരിക്കും. ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഫോർ യൂസ്ഡ് മൈക്രോസ്കോപ്പ് ടു അറേഞ്ച് ദ ലൈറ്റ്. വൈ ഈസ് എ മിറർ ഫിക്സ്ഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? എന്തുകൊണ്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ മിറർ ഫിക്സ് ചെയ്യുന്നത്? മിറർ ഈസ് യൂസ്ഡ് ഫോർ ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ടു ദ സ്പെസിമെൻ. ഇപ്പോൾ സ്പെസിമെനിലോട്ട് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്? മിറർ. വൈ ഡു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്? എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലാസിൻ്റെ സ്ലൈഡ് ഉപയോഗിക്കാൻ കാരണം? ഗ്ലാസിൻ്റെ സ്ലൈഡ് ഉപയോഗിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്? ദ ഗ്ലാസ് ലൈറ്റ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഓർ ട്രാൻസ്ഫേർഡ് ദ ലൈറ്റ് ടു ദ സ്പെസിമെൻ. അപ്പോൾ ലൈറ്റിലേക്ക് സ്പെസിമെനിലോട്ട് ലൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഗ്ലാസ് ടൈപ്പ് സംഭവം വേണം, ഗ്ലാസ് സ്ലൈഡ് വേണം. എന്നാലാണ് ലൈറ്റ് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലോട്ട് കടന്നു പോവുകയുള്ളൂ. നെക്സ്റ്റ് നോക്കൂ, മാഗ്നിഫിക്കേഷൻ പവർ. മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിമനെ ഡബിൾ ചെയ്ത് എൻലാർജ് ചെയ്ത് കാണാനുള്ള മൈക്രോസ്കോപ്പിൻ്റെ എബിലിറ്റിയാണ് എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ പവർ. ലെൻസിൻ്റെ എബിലിറ്റി, ദ എബിലിറ്റി ഓഫ് ദ ലെൻസ് ടു എൻലാർജ് ദ ഇമേജിനെ എൻലാർജ് ചെയ്ത് കാണാനുള്ള കഴിവിനാണ് എന്താ പറയുക? മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുക. സോ ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആർ മാർക്ക്ഡ് ആസ് 10x and 45x respectively. മാഗ്നിഫിക്കേഷൻ പവർ നമ്മളെ അടയാളപ്പെടുത്തുന്നത് 10x 45xലാണ്. സച്ച് മാർക്കിങ്സ് ക്യാൻ ബി സീൻ ഇൻ ദ ഐ പീസ് 2. ഇത്തരത്തിലുള്ള മാർക്കിങ്സ് എവിടെ ഉണ്ടായിരിക്കും? ഐ പീസിലുണ്ടായിരിക്കും. ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലൈയിങ് ദ നമ്പേഴ്സ് സീൻ ഇൻ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ ഐ പീസ്. ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലൈയിങ് ദ നമ്പേഴ്സ് സീൻ ഇൻ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ്. ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും നമ്പർ ഉണ്ടായിരിക്കും, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? മാഗ്നിഫിക്കേഷൻ പവർ ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കൂ, പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ. മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്സർവേഷൻ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് പുട്ട് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. ഫസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ദ മെറ്റീരിയൽ ഇൻ ദ വാട്ടർ. ദെൻ സ്റ്റേജ് 2, ടേക്ക് തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. മെറ്റീരിയൽ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ക്രോസ് സെക്ഷൻസ്, തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസ് നമ്മൾ എടുക്കുക. Then stage 3, with a brush shift the sections to a watch glass containing water. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് വെച്ചാൽ അതൊരു വാച്ച് ഗ്ലാസ്സിൽ എന്തെങ്കിലും കുറച്ച് വാട്ടർ ഉണ്ടായിരിക്കും, ആ വാട്ടറിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുക? മാറ്റുക. അതായത് തേർഡ് സ്റ്റേജിൽ വാട്ടറുമായിട്ട് വെക്കുക. ദെൻ സ്റ്റേജ് 4, പുട്ട് ദ തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അത് ഒരു സ്റ്റെയിനിലോട്ട് മാറ്റുക. ദെൻ സ്റ്റേജ് 5, ആഡ് 1 or 2 drops ഓഫ് ഗ്ലിസറിൻ ടു ദ സ്ലൈഡ് ടു പ്രിവെൻറ്റ് ഡ്രൈയിങ് അപ്പ് ഓഫ് ദ മെറ്റീരിയൽ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? 1 or 2 drops ഓഫ് ഗ്ലിസറിന് സ്ലൈഡിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യുക. എന്തിനാണ്? ടു ഡ്രൈയിങ് അപ്പ് ഓഫ് ദ മെറ്റീരിയൽ. Then stage 6 എന്താ പറഞ്ഞത്? വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻ ഇൻ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. ഇപ്പോൾ വാട്ടറുമായിട്ട് എന്ത് ചെയ്യുക? വാഷ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഗ്ലിസറിനുള്ള സ്ലൈഡിലോട്ട് മാറ്റുക. ദെൻ 7th സ്റ്റേജ്, പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽ യൂസിങ് എ നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് എയർ ബബിൾസ് ഡു നോട്ട് പാസ്. അപ്പോൾ എയർ ബബിൾസ് കടക്കാത്ത രീതിയിൽ ആ തിൻ സെക്ഷൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക? കവർ ഗ്ലാസ് പ്ലേസ് ചെയ്യുക. വൈപ്പ് ഔട്ട് ദ എക്സസ് ഗ്ലിസറിൻ യൂസിങ് ടിഷ്യൂ പേപ്പർ. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക? എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് വൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റേജില്ലേ, മൈക്രോസ്കോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ വെച്ചിട്ട് ക്ലിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുക 10x ഒബ്സർവേഷനും 45x ഒബ്സർവേഷനും കൊടുത്തുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ ആ പിക്ചർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത് ഡിസ്കവറിങ് ദ സെൽ. അപ്പോൾ മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ആരാണ് ആദ്യമായിട്ട് സെല്ല് ഡിസ്കവർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഒബ്സർവ്ഡ് ദ സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ
മൈക്രോസ്കോപ്പ്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി സെല്ലിനെ ആദ്യമായി ഒബ്സർവ് ചെയ്ത ആരാണ്? റോബർട്ട് ഹുക്ക്. ഹി ഒബ്സർവ് ദ സെക്ഷൻ ഓഫ് കോർക്ക് ത്രൂ എ മൈക്രോസ്കോപ്പ് ആൻഡ് കോൾഡ് ദ ടൈനി ചേമ്പേഴ്സ് ഇൻ ദ സെക്ഷൻ സെൽ. അങ്ങനെ അദ്ദേഹം ഒരു കോർക്ക് സെൽസിനെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? സെൽ എന്ന് വിളിച്ചു. The study of the cell is an extensive branch of science which is rapidly developing nowadays. It is known as cell biology. അപ്പോൾ ഇന്ന് സയൻസിൻ്റെ ബ്രാഞ്ച് വളരെ ഡെവലപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ the study of the cells, that is known as cell biology. The cell biology has remarkable findings for the development of different types of observations, different types of discoveries in the middle of 19th century. അപ്പോൾ 19th സെഞ്ച്വറിൻ്റെ മധ്യഭാഗത്തിലാണ് നമ്മൾ എന്തുണ്ടായത്? സെൽ ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നത്. അപ്പോൾ who is the first scientist to observe the cells in a microscope? That is known as Robert Hooke. Then science for survival. ഗാന്ധിജി ഒബ്സർവിങ് പാത്തോജൻസ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ഇപ്പോൾ സേവാഗ്രാം ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത കാര്യം നമ്മൾ കണ്ടു. It was the invention of microscope that enabled us to observe and study microscopic pathogens. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി നമുക്ക് മൈക്രോസ്കോപ്പിക് പാത്തോജൻസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ദിസ് ബ്രോട്ട് അബൌട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. അപ്പോൾ മെഡിസിൻ്റെ മേഖലയിൽ ഒരുപാട് ചേഞ്ചസിന് കാരണമായി. സച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഇനാബിൾഡ് അസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് വിഷൻ ആൻഡ് ബ്രിങ് ദ ഡിസീസസ് ദാറ്റ് ദ വേൾഡ് ഓഫ് ഡ്രെഡഡ് അണ്ടർ കൺട്രോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് ഡിസീസുകളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ള ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഡിസ്കവറി ഓഫ് ദ സെല്ല് നമുക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. ഇപ്പോൾ സെൽ ബയോളജീൻ്റെ ഹിസ്റ്ററിയിലുള്ള മൈൽ സ്റ്റോൺസ് ആരൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സയൻറ്റിസ്റ്റ് who discovered the developments or discoveries in the field of cell biology. The first scientist known as Robert Brown. In 1831 he discovered the center of the cell and named it the nucleus. First scientist ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. In 1831 he discovered the center of the cell and named it the nucleus. Second scientist is known as M.J. Sleeden. 1838 found out that the body of a plant is made up of cells. He studied that the body of the cell, plant cell, is made up of cells. ആരാ പറഞ്ഞത്? M.J. Sleeden. 1838 1839 തിയോഡോർ ഷോൻ found that the body of an animal is made up of cells. In 1839 Theodore Schwann states that the body of animal cell is made up of cells. Then in 1858 Rudolf Virchow states that they observed the dividing cells and interfered that the new cells arises only from existing cells. അങ്ങനെ റുഡോൾഫ് വിർഷോ എന്താ പറഞ്ഞിട്ടുള്ളത്? ന്യൂ സെൽസ് ആർ അറൈസ് ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ്. ഹി ഡിസ്കവേർഡ് ഇറ്റ് ദാറ്റ് ഇൻ 1858 1858 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. അപ്പോൾ 4 സയൻറ്റിസ്റ്റാണ്: റോബർട്ട് ബ്രൗൺ, M.J. സ്ലീഡൻ, തിയോഡോർ ഷ്വാൻ, റുഡോൾഫ് വിർഷോ. റോബർട്ട് ബ്രൗൺ 1831, M.J. സ്ലീഡൻ 1838, തിയോഡോർ ഷ്വാൻ 1839, റുഡോൾഫ് വിർഷോ 1858. അപ്പോൾ ഇത്രയുമാണ് സയൻറ്റിസ്റ്റുകളെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇത് എക്സാമിന് വരാറുണ്ട്. മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. Then next we move on to the topic cell theory. Cell theory was formulated by M.J. Sleeden and Theodore Schwann, summarizing the findings of various scientists. അപ്പോൾ സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്ത് 2 ആൾക്കാർ കൂടി ചേർന്നാണ് M.J. Sleeden and Theodore Schwann. It is put forward 2 main concepts. Next we move on to what are the main concept of cell theory. First point is known as the body of all organism is made up of cells. ഓർഗാനിസത്തിൻ്റെ ബോഡി ഉണ്ടാക്കിയുള്ളത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണ്. സെക്കൻഡ് പോയിന്റ്, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ പ്രൈമറി ആൻഡ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ളത് എന്താണ്?
cells ആണ്. Then what are the different functions performed by cells? എന്തൊക്കെയാണ് സെൽസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ resist the foreign particles, second one synthesize biomolecules, then third one release energy from nutrients. These are the three functions of cells: resist foreign particles, synthesize biomolecules, and release energy from nutrients. This is the structure of a plant cell. Plant cell structure is a complex structure enough to perform these functions. First structure nucleus, second cell membrane, 3 ribosome, endoplasmic reticulum, cytoplasm, chloroplast, cell wall, mitochondrion, vacuole, and Golgi complex. Then protoplasm and cytoplasm. All substances inside the cell membrane constitute the protoplasm. Cytoplasm is the part of protoplasm excluding the nucleus. What is known as cytoplasm? The part of the protoplasm excluding the nucleus. All factors required for life activities are present in the cytoplasm. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ എല്ലാ ആക്ടിവിറ്റീസ് നടത്തേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും. Cell organelles are the specific parts seen in the cytoplasm to perform physiological functions. അപ്പോൾ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ഓർഗൻസിൽ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സൈറ്റോപ്ലാസം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Then what are the different parts present in the cytoplasm? First part is known as mitochondrion. Mitochondrion is known as the powerhouse of the cell. What is the function? Production and storage of energy. Production and storage of energy. Second point, abundantly seen in the cell of liver, brain and muscles where energy requirement is high. അപ്പോൾ എവിടെയൊക്കെ കാണപ്പെടുന്നത്? ലിവർ സെൽ, ബ്രെയിൻ സെൽ and muscle cell. Then second, endoplasmic reticulum. The passage in the cell, conduction of materials inside the cell. What is the function? Conduction of material inside the cell takes place through this organelle. Then second point, also known as cytoskeleton of the cell. Cytoskeleton എന്നറിയപ്പെടുന്നതാണ് endoplasmic reticulum. What is the function? Firmness and shape to the cell. അപ്പോൾ ഒരു സെല്ലിന് firmness and shape കൊടുക്കുന്നതാണ് endoplasmic reticulum. Then next point, ribosome. Next part is known as ribosome. It is a center of protein synthesis in the cell. സെല്ലിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് റൈബോസോം. either attached to the endoplasmic reticulum or freely in the cytoplasm. ഒന്നുകിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അറ്റാച്ച് ചെയ്താൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. Then vacuole. Vacuole is covered by a characteristic membrane called tonoplast. ഇപ്പോൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കൊണ്ട് കവർ ചെയ്തിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? വാക്യൂൾ എന്ന് പറഞ്ഞ് കാണുന്നത്. വാക്യൂളിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് മെറ്റീരിയലാണ്. വാട്ടർ, സോൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ. അപ്പോൾ വാട്ടർ, സോൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യണത് എവിടെയാണ്? വാക്യൂളിലാണ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ എ സ്ട്രക്ചർ കോൾഡ് ടോണോപ്ലാസ്റ്റ്. Then Golgi complex. Golgi complex collects cell secretions like enzymes, hormones, mucus, etc. in small vesicles. അപ്പോൾ എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് ഒക്കെ ചെറിയ ചെറിയ വെസിക്കിൾസ് ആയിട്ട് കളക്ട് ചെയ്തതാണ് ഗോൾഗി കോംപ്ലക്സ്. സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ഗ്ലാൻഡുലാർ സെൽസ്. അപ്പോൾ ഗ്ലാൻഡുലാർ സെൽസിൽ ഒരുപാടായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഗ്ലാൻഡുലാർ സെൽസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ്. അതായത് സെക്രീഷൻസ് ആയിട്ടുള്ള എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് ഇതൊക്കെ സ്മോൾ വെസിക്കിൾസ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്ലാന്റ് സെല്ലുമായി ബന്ധപ്പെട്ട പാർട്സ് പഠിക്കാനുള്ളത്. അപ്പോൾ ചാപ്റ്റർ 1 പാർട്ട് 1 ഈസ്